വർഷങ്ങൾ പഴക്കമുള്ള റോഡ് ശോചനീയ അവസ്ഥയിലാണ്. ഏകദേശം 70 വർഷം പഴക്കമുള്ള റോഡാണ് ശാപമോക്ഷം കിട്ടാതെ അലയുന്നത്. കുട്ടികൾക്കിപ്പോൾ സ്കൂളിൽ പോകാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ വെള്ളം രൂക്ഷമായി പൊങ്ങിയാലും ഇല്ലെങ്കിലും ഇതാണ് അവസ്ഥ. തലവടി പഞ്ചായത്തിലെ കാരിക്കുഴി പ്രദേശത്തെ ജനങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ഏകദേശം 7 പതിറ്റാണ്ട് പഴക്കമുള്ള റോഡിൽ 600 മീറ്ററോളം നീളത്തിൽ റോഡ് താഴ്ന്നു കിടക്കുന്ന അവസ്ഥയാണ്. ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇവിടെ മുഴുവൻ വെള്ളക്കെട്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ നിരവധി തവണ പരാതി നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കില്ലെന്നും പരാതിയുണ്ട്. അതുപോലെ ഇതുവഴിയാണ് ചങ്ങനാശ്ശേരി, തിരുവല്ല, എടത്ത തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നത്. ഇപ്പോൾ അതും വർഷങ്ങളായി നിലച്ച അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കാരിക്കുഴിയിലെ പ്രദേശവാസികൾ. കാരിക്കുഴി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ ഏറെ ദുരിതം പേറിയാണ് എത്തുന്നത്. വെള്ളക്കെട്ട് കാരണം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതോടെ സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. 2-3 വാർഡുകളിലെ 100 കണക്കിന് കുടുംബങ്ങളുടെ ദൈനംദിന യാത്രക്കാർക്കും ഏക ആശ്രയമാണ് ഈ റോഡ്. കാരിക്കുഴി അർത്തിശ്ശേരിയിൽ സ്റ്റേ ബസ് വരെ ഉണ്ടായിരുന്നതാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം സർവീസുകൾ പോലും ഇപ്പോൾ നേരെ നടത്തുന്നില്ല. ഇനി റോഡ് ശരിയാക്കിയാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുകയുള്ളൂ. വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ കാര്യമായ അറ്റകുറ്റപ്പണികളോ നടത്തുന്നില്ലെന്നും പരാതിയുണ്ട്. ഒരു ചെറിയ മഴ പെയ്തു തോർന്നാൽ പിന്നെ ചെറിയ വാഹനങ്ങൾക്ക് പോലും നേരെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അതുപോലെ പ്രദേശത്ത് ക്യാൻസർ രോഗികളും ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും ധാരാളം പേരുണ്ട്. ഇവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥ. താഴ്ന്ന പ്രദേശമെങ്കിലും ഒന്ന് ഉയർത്തി പുനർനിർമ്മിച്ചാൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം ലഭ്യമാകുമെന്നും നാട്ടുകാർ പറയുന്നു. KSRTC ബസ് ഓടിയിരുന്ന വഴിയായിരുന്നു. ഇന്നത് മുടങ്ങിപ്പോകുന്നു. രോഗികൾക്കും അടിയന്തര സേവനങ്ങൾക്കും പോലും യാത്ര സുരക്ഷിതമല്ലാതാവുകയാണ്. PWD വകുപ്പിന്റെയും അധികാരികളുടെയും അടിയന്തര ഇടപെടലിലൂടെ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.